എല്ലാവർക്കും സിനിമാപ്ലെക്സ് മൂവി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മണിനാഥം നിലച്ചിട്ട് 3 വർഷങ്ങൾ. മരിക്കാത്ത ഓർമ്മകളുമായി മണി ഇന്നും മലയാളി മനസ്സുകളിൽ ജീവിക്കുന്നു. അസ്തമയമില്ലാത്ത പൊൻസൂര്യൻ, നാടൻ പാട്ടിൻ്റെ രാജകുമാരൻ, കലയെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിച്ച മനുഷ്യസ്നേഹി കലാഭവൻ മണി. കൊല്ലത്ത് നടന്ന സംസ്ഥാന യുവജനോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനം ലഭിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചു കാണില്ല മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന്. എന്റെ ഫാമിലിയൊക്കെ വലിയ നിലയില, ഞാൻ മാത്രമേ ഇങ്ങനെ ആയുള്ളൂ. അപ്പനമ്മയും എന്റെ കുട്ടിക്കാലത്തെ മരിച്ചുപോയി. പിന്നെ ഒരു വല്യേട്ടനുണ്ട്. വല്യേട്ടൻ വയനാട്ടിലാ. കൃഷിയാന്നൊക്കെ പറയണേ. തമ്പുരാൻ അറിയാൻ എന്താണെന്ന്. പിന്നെ ഞാൻ എന്റെ അനിയത്തി, അവളൊരു പാവാ. 19ാം വയസ്സിൽ ഞാനൊരു കള്ളക്കേസിൽ കുടുങ്ങി ജയിലിൽ വന്നു. അപ്പൊ അനിയത്തി തനിച്ചാ. കൂട്ടിനൊരാളുണ്ട്. ആ വല്യമ്മ ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്ക് തന്നെയാ. പിന്നെ എനിക്ക് പാകമുള്ള ധൈര്യം. എന്റെ അനിയത്തി തനിച്ചാണെങ്കിലും അവളെ സംരക്ഷിക്കാൻ ഒരുപാട് ആങ്ങളമാര് പുറത്ത് പാത്തും മതി നടപ്പുണ്ടേ. തൻ്റെ സുഹൃത്തു വഴി കലാഭവനിലെത്തിയ നടൻ പിന്നീട് അറിയപ്പെട്ടത് കലാഭവൻ മണി എന്നായിരുന്നു. അതിനുശേഷം മലയാളികൾ കണ്ടത് കലാഭവൻ മണി എന്ന നടനെയും ഗായകനെയുമായിരുന്നു. വാള വെക്കരുത് കേട്ടോ. നഹി നഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് മോന്തുവാണല്ലോ. മോന്തുടാ മോന്തും, അതാണ് പട്ടാളക്കാരൻ, എന്റെ കൂട്ടുകാരൻ. പാപ്പ എങ്ങനെ ഇങ്ങോട്ട് വന്നാ ഇവിടെ ഇപ്പൊ കൊലപാതകം നടക്കും. പാപ്പന്റെ കംസന കൊല്ലാൻ സ്വന്തം വീട്ടിലിരുന്ന് ഒരു പെഗ് റമ്മ് പോലെ അടിക്കാൻ വായിക്കുന്നവൻ എങ്ങനെ പട്ടാളക്കാരനാവാ? അപ്പാണ് ഞാൻ പറഞ്ഞ ഈ പട്ടാളാറ്റി പുള്ളുണ്ട്. വെള്ളം ഒഴിക്കണ്ട, ആവശ്യത്തിനുള്ള കുട്ടുണ്ട്. അക്ഷരം എന്ന സിനിമയിലൂടെ ഓട്ടോക്കാരനായി അരങ്ങേറ്റം കുറിച്ചു. മിമിക്രിയിൽ തൻ്റെതായ ശൈലി കൊണ്ടുവന്ന കലാഭവൻ മണി ലോഹിതദാസിന്റെ സല്ലാപം എന്ന സിനിമയിൽ ചെത്തുകാരൻ രാജപ്പന്റെ കഥാപാത്രം ചെയ്ത് അനശ്വരമാക്കി. Pathogenesis of TIA. Hey, who are you? What do you want? My name is Apputan. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാർ, ഞാൻ അപ്പൂട്ടൻ. ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഉപദേശിക്കാനാ വന്നത്. ഇത് ക്ലാസ് റൂം ആണ്, ഡിസ്റ്റർബ് ചെയ്യരുത്. പ്ലീസ് ക്ലിയർ ഔട്ട്. നീ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ലാണ് മൂപ്പര് പറയണേ. അതിന് സാർ ഇത്ര ചൂടാവുന്ന കാര്യം പറഞ്ഞാ പോരെ? സാറ് പെമ്പറേറ്റായിട്ട് വീട്ടിൽ നിന്ന് വഴിക്കിട്ട വന്നല്ലേ. പോവാം, അമ്പിളി ഇവിടെ ഇല്ല. നോൺസെൻസ്. പോയി പ്രിൻസിപ്പലിനോട് പറഞ്ഞേക്കൂ. അതിനുശേഷം ചെറിയ ചെറിയ നർമ്മ കഥാപാത്രങ്ങൾ ചെയ്ത മണി ഓരോ കഥാപാത്രങ്ങളിലും തന്റെ കയ്യൊപ്പ് ചാർത്തി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴേ നമ്മുടെ കുതിരപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഒരു പുണ്യാളല്ലേ, നമ്മുടെ ഗീവറീസ് പുണ്യാളല്ലേ. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോ പുള്ളിക്കാരൻ വന്നിട്ട് പറയാ, മകനെ തോമ എഴുന്നേൽക്കൂ. ഈ വിളി കേട്ടപ്പോ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് പുള്ളി പറയാ, നമ്മുടെ തറവാട് പറമ്പിന്റെ നടുക്കെ 11.5 മീറ്റർ താഴ്ചയിൽ ഒരു കുടമിരിപ്പുണ്ട്. ആ കുടം നിറയെ ഗോൾഡാണ്, അത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ചേട്ടാ ഞാൻ ഇങ്ങനെ കുഴി കുത്തണത്. ഇതിനകത്തുണ്ട്. പിന്നെ അങ്ങനെ നിന്നെ മാത്രം വിളിച്ചോളത്ത് പറഞ്ഞതിനാ? ഇവിടെ കൊള്ളാന്ന് വേറെ എത്ര പേരുണ്ടാ? ഞാനും ദൈവങ്ങളും തമ്മിലുള്ള ഇരിപ്പുവശം എന്റെ മുസ്തഫക്കൊക്കെ അറിഞ്ഞുകൂടെ? എടാ തോമ, എന്തോ ഞാൻ ഇന്ന് എക്സസൈസ് എടുത്തിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ പകല് പറമ്പിൽ കളിച്ചാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാ. അങ്ങനെ ഇപ്പൊ കളിക്കണ്ട, നീ മമ്മട്ടിങ്ങനെ. ഇതിപ്പോ ഞാൻ കളിച്ചാളോ കേട്ടാ. എടാ മമ്മട്ടി ഇങ്ങോട്ട് താടാ. വേണ്ട, എടാ ഇങ്ങോട്ട് താടാ. മര്യാദയ്ക്ക് കുഴി കുത്തോ? ആന്ന് കുത്ത്. അങ്ങോട്ട് താ. ആ തൊപ്പി കിട്ടുക. കുത്ത്. അങ്ങനെ അങ്ങനെ മര്യാദയ്ക്ക് കുഴി കുത്ത്. കക്കൂസ് കുഴി കുത്തല്ല പറഞ്ഞത്. കുത്താണ് അവിടെ കുത്ത്. കുഴി വെട്ടണ കണ്ടാ തോന്നും കുഴി വെട്ടാരന്റെ മോനാന്ന്. അവിടെ കുത്ത്. അങ്ങനെ കുത്തിക്കോട്ടാ, കുത്തിക്കോട്ടാ.
ചാവുമ്പോ വാപ്പാടെ കുഴി വെട്ടാം. ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ടിരുന്നോട്ടെ. വെള്ളം കാണും എന്നെ വിവരം അറിയിക്കണേ. സംവിധായകൻ വിനയന്റെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ ദേശീയ അവാർഡിൽ പ്രത്യേക പരാമർശം ലഭിച്ചു. കൊച്ചിൻ കലാഭവന്റെ കൂടെ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങളിൽ ഒരുവിധം എല്ലാ കലാകാരന്മാരും ഈ പരിപാടിക്ക് പോകുമ്പോൾ സാധാരണ കൊച്ചു കൊച്ചു തമാശകളും ചെറിയ ചെറിയ ഞങ്ങളുടെ കുടുംബം പോലെയുള്ള കൊച്ചിൻ കലാഭവന്റെ ആ വണ്ടിക്കുള്ളിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേജിനുള്ളിൽ നിന്നും ഞങ്ങളുടെ കലാഭവനിൽ നിന്നും അങ്ങനെ ഒരുപാട് തമാശകൾ അതിനുള്ളിൽ നിന്ന് തന്നെ പൊട്ടി വരാറുണ്ട്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ പറയുന്ന പോലെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവണം. എങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓടിയെത്തുന്നത് ഞാൻ അനുഭവിച്ച ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു കലാകാരനും ഉള്ളൊരു സംഭവമാണ്. അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരം, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ, അല്ലെങ്കിൽ ഒരു കളക്ടർ, അങ്ങനെ ഒരുവിധ ആൾക്കാർക്കൊക്കെ വരുന്നൊരു സംഭവമാണ് എന്തെങ്കിലും നമ്മൾ പാട്ട് പാടാനോ അല്ലെങ്കിൽ അവരവരുടെ ജോലിയിലേക്ക് ടെൻഷനുള്ളൊരു ജോലി വരുമ്പോൾ നമുക്ക് തോന്നാവുന്ന ഒരു സംഭവമുണ്ട്. മറ്റൊന്നല്ല, അത്യാവശ്യം ഒന്ന് ലാട്രിനൊന്ന് പോയാൽ കൊള്ളാമെന്ന്. അതൊരു ചമ്മലുള്ള കേസാണെങ്കിലും ഞാനത് തുറന്നു പറയാൻ എനിക്ക് യാതൊരു ചമ്മലില്ല. കാരണം നമ്മുടെ കട്ടി തന്നെ കണ്ടാമൃഗത്തിൻ്റെ കട്ടിയെ തൊലിക്കി. അപ്പോൾ ഈ കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ ഞങ്ങളുടെ കൊച്ചിൻ കലാഭവൻ്റെ ട്രൂപ്പിൻ്റെ വണ്ടി വരണ കാണാൻ തന്നെ ഒരു ചന്താണ്. ആ ഉത്സവത്തിന് അവിടെ ആനയും അമ്പാരിയും ആണുങ്ങളും പെണ്ണുങ്ങളും കൊച്ചു കുട്ടികളും വല്യമ്മയും അവരും ഇവരും തിങ്ങി നിറഞ്ഞ് അവിടെ ബലൂൺ വെക്കുന്ന ആൾക്കാർ, പടക്കം പൊട്ടണ്, മോര് കൊടുക്കണം, ചായയെ കാപ്പിയെ ചുക്കുവെള്ളേ അതേ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയോട് വന്നപ്പോൾ സകല ആൾക്കാർ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും ചോദിച്ചു, ഇതിൽ ഇന്ന ആളുണ്ടോ, ജയറാമുണ്ടോ, സൈനികനുണ്ടോ? അന്ന് ഈ നടന്മാർ ആരും ഇല്ല. അപ്പോൾ നമുക്ക് ഇവരുടെ പേര് ചോദിക്കാനായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ചെറിയൊരു അസൂയുണ്ട്. ഈ പകയന്മാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയതല്ലേ, ഇനിയും വന്നിട്ട് എന്നിട്ട് എഴുന്നേരം കൂടെ ചോദിക്കണം എന്നുള്ളൊരു ചമ്മലുണ്ട്. അതിനുള്ളിൽ കൂടെ എല്ലാവർക്കും ഒന്ന് ലാട്രിന് പോകണം എന്നുള്ള സംഭവം, അതായത് അവർക്കും കക്കുസിക്ക് പോകണം എന്നുള്ളൊരു സംഭവം ഇങ്ങനെ മനസ്സിൽ കിടക്കണോണ്ട് ഇത് എവിടെയെങ്കിലും കൊണ്ട് എത്തിച്ചാൽ മതി എന്നുള്ള ഇതിൽ വണ്ടി പോയോണ്ടിരിക്കുമ്പോൾ ഒരു കമ്മിറ്റിക്കാരൻ വരും. അയാളെ കണ്ടിട്ട് ഞാൻ രണ്ട് സൈഡിൽ നോക്കിയിട്ട് പറഞ്ഞു, ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഞങ്ങൾ കൊച്ചിൻ കലാഭവൻ എന്ന് വരികയാണ്. എന്താണ്? ഞാൻ കലാഭവൻ്റെ ലീഡറാണ്. എന്താ പേര്? എൻ്റെ പേര് മണിന്നാ. എന്താ ആവശ്യമാവോ? ഞങ്ങൾക്ക് ഒന്ന് ലാട്രിന് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വളരെ സ്റ്റാൻഡേർഡായിട്ട് വെയിറ്റ് ഒക്കെ ഇട്ടാണ് പറഞ്ഞത് ലാട്രിന് പോകണമെന്ന്. അപ്പോൾ ഇയാൾ ചോദിച്ചു, ലാട്രിന് പോകണം, ഒരു മിനിറ്റ്, ഞാനല്ല എൻ്റെ കമ്മിറ്റിക്കാരനാണ് താൻ നിൽക്കുന്നത്. അയാൾ വെള്ളം അടിച്ചിട്ട് ഈ ഒരു ഇടത്തെ കാല് തൂണിൽ വളച്ചു വെച്ചിരിക്കുകയാണ്, അയാൾ വീഴാതിരിക്കാൻ മദ്യപിച്ചിട്ട്. അങ്ങനെ കമ്മിറ്റിക്കാരുടെ അടുത്ത് പോയിട്ട് മറ്റേ ഞങ്ങളെ കൂടെ കൊണ്ടുപോയി ആൾ പറഞ്ഞു, വിശംബരൻ, എൻ്റെ ഈ ഒരു കലാഭവൻ്റെ ആൾക്കാരാ, ഇവർക്കൊന്ന് ലാട്രിന് പോകണമായിരുന്നു, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇയാൾ ഉടനെ ഈ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇയാൾ വെച്ചു, കക്കുസിക്ക് പോകണോ നിങ്ങൾ? ഞാൻ കക്കുസിക്ക് കൊണ്ടു, മനസ്സിലായോ? നിങ്ങൾ കക്കുസിക്ക് പോണേന് എനിക്കുള്ള സന്തോഷം. ഇത് കേട്ട് എല്ലാ ആൾക്കാരും കേട്ടപ്പോൾ ഞങ്ങൾക്ക് നാണക്കേടായി. പബ്ലിക് മുഴുവൻ ഇത് അറിഞ്ഞു. ഞങ്ങൾ വേഗം വണ്ടി കൊണ്ട് അവിടെ നിന്ന് ഓടി. ഇനി ഇത് ആരും അറിയണ്ടെന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളെ, ഇതേ ഭാരവാഹി വന്നിട്ട് ഈ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാ, കലാഭവൻ്റെ കക്കൂസിക്ക് പോകാനുള്ള കലാകാരന്മാർ എത്രയും പെട്ടെന്ന് സ്റ്റേജിൻ്റെ അവിടേക്ക് വരിക, നിങ്ങളെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു, വേഗം വരിക. സുഹൃത്തുക്കളെ, ആ പരിപാടി കഴിയുന്നവരെ അവിടുത്തെ കൊച്ചുകുട്ടികൾ ഞങ്ങളോട് ഒരു കാര്യം ചോദിച്ചു. എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ഊഹിച്ചെടുക്കുക. പരിപാടി തുടക്കം മുതൽ അവസാനം വരെ ചോദിച്ചു. ഇത് തന്നെയായിരുന്നു. ഇങ്ങനത്തെ അനുഭവം നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കലാഭവനിൽ നിന്ന് കിട്ടിയൊരു അനുഭവമാണ്. ഞാൻ പറഞ്ഞതിൽ വിഷമൊന്നും തോന്നരുത്. പിന്നീട് അങ്ങോട്ട് കരുമാടിക്കുട്ടൻ, മത്സരം, വാൽക്കണ്ണാടി തുടങ്ങിയ സിനിമകൾ ചെയ്ത് മലയാളി ഹൃദയങ്ങളിൽ ചേക്കേറി. നായക വേഷങ്ങൾക്ക് പുറമെ വില്ലൻ വേഷങ്ങളിലേക്കായി താരത്തിൻ്റെ ജൈത്രയാത്ര. ഛോട്ടാ മുംബൈയിലെ നടേശൻ എന്ന വില്ലൻ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ മികച്ച അഭിനയമായിരുന്നു. അടുപ്പൂതാനല്ലേ പറഞ്ഞത്? നീ ആര്? IG-യോ DIG-യോ കമ്മീഷണറോ SP-യോ? ഞാനൊരു പാവം മെക്കാനിക്കല്ലേ സാറേ. വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ തന്ന പോലീസ് ജീപ്പ് എടുത്ത് റോഡിൽ ഓടിക്കാൻ ഈ പാവം മെക്കാനിക്കിന് ആരനുവാദം തന്നു? ട്രയല് പോയതാ. ഈ എമർജൻസി ലൈറ്റും സൈറൻ ഇട്ടുകൊണ്ടാണോ ട്രയൽ നോക്കുന്നത്? അടിയന്തര ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കാലോ സാറേ. ഇക്കണക്കിന് താൻ അപ്പിയിടാൻ പോയാലും എമർജൻസി ലൈറ്റും സൈറനും ഇട്ടോണ്ട് പോകുമല്ലോടോ, അതും അടിയന്തര ഘട്ടമല്ലേ? സാറ് ഇവൻ സ്കൂൾ ബസ്സിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയപ്പോ അപ്പോഴേക്ക് നിന്റെ പൗരബോധം അങ്ങ് ഉദ്ധരിച്ചു, നീ പോലീസായി. ഈ പാവം മല പോലുള്ള വയനാട് ജിംനാസ്റ്റിക്കിനെ നീ റോഡിലിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കി നാട്ടുകാരുടെ കയ്യടി വാങ്ങി. നീ ആര്? പാവങ്ങളുടെ സൂപ്പർ സ്റ്റാറോ? ഡെയിൽ ആദ്യം അങ്ങോട്ട് കയറ്റിയാലുണ്ടല്ലോ ആറ്റുകാൽ പൊങ്കാലക്കഞ്ഞ് പുറത്തെടുക്കൂ. നീ ചെയ്തത് കുറച്ച് ഓവറായി പോയെങ്കിലും നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ കേസ് എടുക്കുന്നില്ല. പക്ഷേ ഒരു ശിക്ഷ ഉണ്ട്. ഇടിച്ചിട്ട് സാറിന്റെ ഫിറ്റിംഗ്സ് അളക്കില്ലേ? ഫ്രീ ആയിട്ട് ഇടിമേടിച്ചോണ്ട് പോവാൻ പോലീസ് സ്റ്റേഷനിൽ തലവാടോ? സാറ് നിന്റെ അമ്മായിയോ മച്ചപ്പിയാണോടാ?
കയ്യിലെന്തുണ്ട്? 10 വിരലും കുറച്ച് ഗ്രീസ് ഉണ്ട് സാർ. ആക്കുന്നോടാ. എന്താടാ ഇത്? കുഴി ബോംബാണോ? അയ്യോ അതെടുക്കരുത്. എന്തിനാടാ ഇത്? വണ്ടി ഒഴിഞ്ഞെടുക്കാനുള്ളതാ. എന്നാൽ ഉഴി. ഇത് എന്റെ ഇരിക്കട്ടെ. അയ്യോ സാറാ ജോസഫ് സാറിന്റെ ഭാര്യയുടെ വണ്ടിയുടെ ഹൗസിംഗ് നെറ്റ് വാങ്ങിച്ചിടന്ന പൈസയാ. ഭാര്യയുടെ ഹൗസിംഗ് നട്ടില്ല. അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. അങ്ങനെ തന്നെ വേണം നിനക്ക്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? സംശയിക്കണ്ട, ചോദിച്ചോളൂ. സാറ് ചാന്തുപൊട്ടാണല്ലേ? അല്ല, കുങ്കുമപ്പൊട്ട്. ചാടിപ്പോടാ. നിന്നെ തങ്കെടുത്തെടുക്കരുത്. എന്റെ കുഴിലുണ്ടാണോ നീ ഊതുന്നത്? ആമേൻ എന്ന ചിത്രത്തിലെ ലൂയിപ്പപ്പൻ എന്ന കഥാപാത്രവും ശ്രദ്ധേയമായി. ജമിനിയിൽ വിക്രമിനൊപ്പവും യന്ത്രനിൽ ഐശ്വര്യറായ്ക്കും രജനീകാന്തിനൊപ്പവും അഭിനയിക്കാൻ മണിക്ക് സാധിച്ചു. ആഘോഷവേളകളിലും ചാലക്കുടിക്കാരുടെ ഓമനപുത്രനായിരുന്നു മണി. അങ്ങനെയൊന്നും വഴി തരുന്ന ടൈപ്പ് അല്ല അമ്മാവൻ ഞങ്ങള്. ഇത് പെണ്ണിന്റെ അമ്മാവൻ കാശ്മാൻ. 24 മണിക്കൂർ ഷാപ്പിലാ. കുടിക്കാനൊന്നല്ല കേട്ടോ, പുള്ളിക്കാരൻ ഷാപ്പിന്റെ കോൺട്രാക്ടറാ. ഇത് മനസ്സിലായി. ഉണ്ണികൃഷ്ണൻ അല്ലേ? ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. അനന്തരവൾക്ക് വേണ്ടി അളിയൻ ടൗണിൽ ഒരു വീട് പണിയുന്നുണ്ട്. അത് സ്ത്രീധനമായിട്ടൊന്നും കൂട്ടണ്ട. ഈ അമ്മാവന്റെ ഒരു തമാശ. എന്നാ പിന്നെ പെണ്ണിനെ വിളിച്ചോളൂ. യശോദേ, ഇതാണോ പെണ്ണ്? ഏയ്, ഇത് പെണ്ണിന്റെ അമ്മയാ, എന്റെ സഹോദരി. അയ്യോ, അമ്മയാണെന്ന്. മാലിനെ വിളിക്ക്. ഇപ്പൊ വരും. ചായ എടുക്ക. അങ്ങനെ ചായയില് മാത്രം ഒതുക്കണ്ട, പലഹാരം കൂടി ആയിക്കോട്ടെ. വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അല്ല, അവിടുന്ന് കഴിച്ച പലഹാരം തയ്ക്കേണ്ട സമയമായിട്ടില്ല. അതുകൊണ്ട് കാലിച്ചായ ആയാലും മതി. അല്ല ഉണ്ണീഷ്ണ? കുട്ടിയുടെ അച്ഛൻ സ്ഥലത്തില്ലേ? ആണ്ടിലും ആവണിയിലും ഒക്കെ വരൂ. ഏത് സമയവും യാത്രയല്ലേ. കൈപുണ്യമുള്ള തിരുമുകാരനാ. ദേ അതാ ആള്. എന്താടാ നോക്ക്. എന്തുപറ്റി? കുട്ടിയെ കണ്ടേ? ഇനി എന്തു പറ്റാൻ? ഇത് തന്നെ അവന്റെ അച്ഛനും. എന്റെ ദൈവമേ! ചേച്ചി എന്തത്? ഇതൊക്കെ നമുക്കൊരു സന്തോഷല്ലേ? എൻജോയ് ചെയ്യൂ. 2016 മാർച്ച് 6 മണി എന്ന നടന്റെ വിടവാങ്ങൽ കാലം എത്ര കഴിഞ്ഞാലും ആർക്കും മറക്കാൻ കഴിയില്ല. മലയാളികളുടെ സ്വന്തം മണിച്ചേട്ടന്, നാടൻ പാട്ടുകളുടെ കളിത്തോഴന് ഞങ്ങളുടെ പ്രണാമങ്ങൾ.